പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവം സാമർത്ഥ്യം നിറഞ്ഞ നാമത്തിൽ ഇന്നത്തെ യേശുവിന്റെ സമൃദ്ധിയിലെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് ജീസസ് കിച്ചൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് തരാനുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, ആദ്യം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, ഫാമിലികൾ, ജീസസ് കിച്ചന് നോർത്ത് ഇന്ത്യയിൽ 2020 ഏപ്രിൽ മാസം മുതൽ, കൊറോണയുടെ സമയത്ത് മുതൽ കർത്താവ് പറഞ്ഞ്, കർത്താവ് അനുഗ്രഹിച്ച്, കർത്താവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ജീസസ് കിച്ചന്. ഞാൻ ജീസസ് കിച്ചന് വേണ്ടി ഞങ്ങളിത് തുടങ്ങിയ സമയത്ത് കർത്താവ് ഒരു പ്രോമിസ് വേഴ്സ് തന്നിരുന്നു. അതൊന്ന് ഹിന്ദിയിൽ വായിക്കാം, എന്നിട്ട് ഞാനൊന്ന് മലയാളത്തിലൊന്ന് പറയാം അതിനെക്കുറിച്ച്. ശ്രദ്ധിക്കുക, കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കാം ഈ വചനങ്ങളിൽ കൂടെ. लूक 14:12 तब उसने अपने नेवता देने वालों से भी कहा, जब तू दिन का या रात का भोज करे तो अपने मित्रों या भाइयों या कुटुंबियों या धनवान पड़ोसियों को न बुला, कहीं ऐसा न हो कि वह भी तुझे नेवता दे और तेरा बदला हो जाए। परंतु जब तू भोज करे तो कंगालों, टुंडों, लंगड़ों और अंधों को बुला, तब तू धन्य होगा, क्योंकि उनके पास तुझे बदला देने को कुछ नहीं, परंतु तुझे धर्मियों के जी उठने पर इसका प्रतिफल मिलेगा। കർത്താവ് 14, ലൂക്ക് 14:12 പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളൊരു പാർട്ടി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ, അയൽക്കാരെയൊക്കെ വിളിച്ചാൽ അവരും നിങ്ങൾക്ക് തിരിച്ചു തരും, അവരെ ഏതെങ്കിലും ഒരു പാർട്ടി കല്യാണ സമയത്ത്. പക്ഷേ നമ്മൾ ഒരു ഹാൻഡിക്യാപ്ഡ്, അല്ലെങ്കിൽ നമുക്കറിയത്തില്ല, പാവപ്പെട്ടവർ, അവർക്ക് നമുക്ക് തിരിച്ചു തരാനായി ഒന്നുമില്ല. പക്ഷേ കർത്താവ്, നമ്മൾ രഹസ്യമായി ചെയ്യുന്നത് കർത്താവ് നമുക്ക് പരസ്യമായി ഇനി വരുന്ന ദിവസങ്ങളിൽ അനുഗ്രഹങ്ങൾ തരും. ജീസസ് കിച്ചണിൽ നമ്മൾ ഹോസ്പിറ്റലുകളിൽ, ഇപ്പം വാക്സിൻ അങ്ങനെയുള്ള പല ഹോസ്പിറ്റലുകളിൽ ഇത്ര തിരക്കാണ്. ഹോസ്പിറ്റലുകളിൽ കുഞ്ഞുങ്ങൾക്ക്, ഈ സ്ലമ്മിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, അങ്ങനെ പല പല ഏരിയകളിൽ പോയാണ് ജീസസ് കിച്ചന് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? അത് ഞാനും നിങ്ങളും നമ്മളെപ്പോലുള്ളവരൊക്കെ ഒരുമിച്ച് നിന്ന് ഓരോ ദിവസത്തെ, ചിലർ ഒരു ദിവസത്തേക്കുള്ള സ്പോൺസർഷിപ്പ്, ചിലർ 5 ദിവസത്തേക്കുള്ള സ്പോൺസർഷിപ്പ്, അങ്ങനെ ചെയ്യുന്നത് കാരണം കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ജീസസ് കിച്ചൻ്റെ, നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾറെഡി അറിയാം, ചർച്ച് ഒരു പുതിയ ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റായി. ഞങ്ങളുടെ ജീസസ് കിച്ചൻ്റെ ആദ്യത്തെ യൂണിറ്റ് ഇപ്പോഴും അവിടെ തന്നെ ഓപ്പറേഷനിലായി. പക്ഷേ ഇവിടെ രണ്ടാമത് വേറൊരു യൂണിറ്റ് കൂടെ, ചർച്ചിലും നമ്മൾ എല്ലാ ഞായറാഴ്ച ഉച്ച ദിവസങ്ങളിൽ വരുന്ന വിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങൾ ആഹാരം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും പുതിയൊരു യൂണിറ്റ് ഇട്ടിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഇവിടുന്ന് കുക്ക് ചെയ്യുന്നു, ചില ദിവസങ്ങളിൽ അവിടുന്ന് കുക്ക് ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ സാമ്പത്തികം അനുവദിച്ചാൽ അതിനുള്ള റിസോഴ്സസ്, മറ്റുള്ള ലോജിസ്റ്റിക്സ്, കുക്കിംഗ് ടീം, അവരെല്ലാം ഇവിടത്തേക്കും വേണ്ടി തയ്യാറായാൽ അവിടെയും ഇവിടെയും, അവിടെ ഒരു 250-നടുത്തും ഇവിടെ ഒരു 250-നടുത്തും, അപ്പോൾ 500-ലേക്ക് നമുക്ക് കൊണ്ടുപോകാം വരുന്ന ദിവസങ്ങൾ. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാം. നോർത്ത് ഇന്ത്യ കർത്താവിൻ്റെ ദൈവ സ്നേഹം അറിയട്ടെ. അതിനുവേണ്ടി നിങ്ങളുടെ കുടുംബവും ബർത്ത്ഡേയുടെ ദിവസങ്ങളിൽ, മറ്റുള്ള വിശേഷ ദിവസങ്ങളിൽ, മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ദശാംശം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ, നിങ്ങളുടെ ചർച്ചകളിൽ കൊടുക്കുന്നതിന്, നിങ്ങൾ കമ്മിറ്റ്മെന്റ് ചെയ്തിരിക്കുന്നിടത്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ജീസസ് കിച്ചന് വേണ്ടിയിട്ട് ഒരു പെർസെൻറ്റേജ്, ഒരു പോർഷൻ മാറ്റി വെക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കാരണം ജീസസ് കിച്ചൻ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ കാരണമാണ്. പക്ഷേ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് നീ മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന് കാരണമാണ്, പക്ഷേ ഇത് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി, നിങ്ങളുടെ ടീമിനെ അനുഗ്രഹിക്കാൻ വേണ്ടി, ഇതിൽ വിതയ്ക്കുന്നവരെ അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാനാണ്. നിങ്ങൾക്ക് ഞാൻ ഇനിയും അനുഗ്രഹം തരാൻ താല്പര്യപ്പെടുന്നു. നമ്മൾ കമ്പാഷനേറ്റ്ലി, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ, കർത്താവ് നമ്മളോട് കാണിച്ച സ്നേഹം നമ്മൾ മറ്റുള്ള ജന്തുജാലങ്ങളോട്, മറ്റുള്ള മനുഷ്യരോട്, മറ്റുള്ള കഴിവില്ലാത്തവരോട് നമ്മൾ കാണിക്കുന്ന സമയത്ത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ ആരോടെങ്കിലും ദയ കാണിച്ചാൽ മറ്റുള്ള ആരെങ്കിലും നമ്മളോട് ദയ കാണിക്കും. കർത്താവ് അവരുടെ മനസ്സിലോട് പറയും. നമുക്കെല്ലാം ദയയുടെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഓഫീസിൽ ചിലപ്പോൾ നിങ്ങളുടെ അധികാരികളുടെയോ, നിങ്ങൾ കേസിലോ, അങ്ങനെയുള്ള മറ്റുള്ള, നമുക്കെല്ലാം ദയയുടെ ആവശ്യമുണ്ട്. ഈ സമയത്ത് എൻ്റെ വിശ്വാസമാണ് കർത്താവ് നിങ്ങളോട് ദയ കാണിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. കർത്താവ് തമ്പുരാനും ദൈവമായ യേശുവേ, ഇന്നു മുതൽ, ഈ സമയം മുതൽ ജീസസ് കിച്ചണിൽ വിതച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും ദൈവമക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവം സാമർത്ഥ്യ അനുഗ്രഹവും ഇവരുടെ കുടുംബങ്ങളിൽ നിൽക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബൈ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവ സാമർത്ഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് സ്വാഗതം. यीशु मसीह के प्रेम भरे नाम से, दया भरे नाम से, उसके अनुग्रह भरे नाम से आज के यीशु में समृद्धि के एपिसोड में मैं आप सबका स्वागत करना चाहता हूँ. നമ്മൾ കുറച്ച് ദിവസങ്ങളായി ആത്മാവിന്റെ ഫലത്തിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? और कुछ टाइम से, कुछ एपिसोड्स में से हम सीख रहे हैं आत्मा के फलों के बारे में. അതിനു മുമ്പ് എൻ്റെ പേര് ഹരീഷ്, ഇത് രതി. ഞങ്ങൾ രണ്ടുപേരും കൂടെ യേശു കർത്താവിൻ്റെ സുവിശേഷ വേല ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും മിനിസ്ട്രിക്കും ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ചിനും ജീസസ് കിച്ചനും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ മിനിസ്ട്രി കർത്താവിൻ്റെ വേലകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പേഴ്സണൽ പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ ഹരീഷിനും രതിക്കും ഇവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളെയും കുടുംബത്തിനെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം.
और इससे पहले कि हम आत्मा के फल के बारे में सीखें, मेरा नाम हरीश है और मेरे वाइफ का नाम रति है। हम दोनों मिलके फरीदाबाद में जो दिल्ली के नज़दीक हैं वहाँ पे मिलके परमेश्वर यीशु मसीह के कार्य को आगे बढ़ाते हैं। तो आप अपने उपवासिक प्रार्थना में, आप जब उपवास रख के प्रार्थना करते हैं या घर में जब आप बैठ के प्रार्थना करते हैं, हम दोनों का नाम लेके, हरीश और रति नाम लेके हमारे लिए, परिवार के लिए, सेवकाई के लिए प्रार्थना कीजिएगा। ഗലാത്യർ 5:22-23 നമുക്കൊന്ന് പഠിക്കാം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. और गलातियों 5:22 में ऐसा लिखा है, पर आत्मा का फल प्रेम, आनंद, शांति, धीरज, कृपा, भलाई, विश्वास, नम्रता और संयम है। ऐसे ऐसे कामों के विरोध में कोई भी व्यवस्था नहीं। സ്നേഹത്തിനെ കുറിച്ച്, ആനന്ദത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. സമാധാനത്തിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡ് മുതൽ നമ്മൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് അതിന്റെ സമാധാനത്തിനെ കുറിച്ച് തന്നെ ഒന്നുകൂടെ നമ്മളെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം പഠിക്കുന്നതായിരിക്കും. और हमने प्रेम के बारे में सीखा, आनंद के बारे में सीखा। आज हम शांति के बारे में पिछले एपिसोड में हमने सीखा, तो आज हम शांति के बारे में और सीखेंगे। 1 Corinthians 14, 1 Corinthians, book of 1 Corinthians chapter 14 verse 33, അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവം അത്രേ. God is not a God of disorder but God of peace. और पहला कुरिन्थियों 14:33 में ऐसे लिखा है, क्योंकि परमेश्वर गड़बड़ी का नहीं परंतु शांति का परमेश्वर है। परमेश्वर गड़बड़ी का नहीं परंतु शांति का परमेश्वर है। കർത്താവ് അശാന്തി കൊണ്ടുവന്ന് സ്റ്റോംസും അങ്ങനെയുള്ള കലക്കങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് അറിഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നത് കർത്താവല്ല, അത് സാത്താനാണ് കൊണ്ടുവരുന്നത്. കർത്താവ് എപ്പോഴും സമാധാനം തരുന്ന, സമാധാനം പ്രസംഗിക്കുന്ന, അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളും കർത്താവിൽ വിശ്വസിക്കുന്നവരും എപ്പോഴും സമാധാന പ്രിയരായിരിക്കുന്നത്. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് സമാധാന പ്രിയനാണ്. അപ്പം കർത്താവിൻ്റെ സമാധാനം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു, പീസ് വിത്ത് ഗോഡ്. കാരണം പീസ് എവിടെ നിന്ന് കിട്ടുന്നു എന്നല്ല, ആര് തരുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞ എപ്പിസോഡുകളിൽ. ബാക്കി നമുക്ക് ഇന്നത്തെ ദിവസം പഠിക്കാം. जैसे ये वचन को हमने पढ़ा कि परमेश्वर गड़बड़ी का नहीं। जब हम देखते हैं कि आंधी और तूफान जब हमारे जीवन में आता है तो वो परमेश्वर की ओर से नहीं आता, वो शैतान की ओर से आता है, क्योंकि परमेश्वर शांति का राजकुमार है। वो चाहता है कि हमारे जीवन में शांति बना रहे, वो शांति प्रदान करने वाला परमेश्वर है। और पिछले एपिसोड में हमने सीखा कि कैसे हमें परमेश्वर के साथ उस मेल मिलाप में रहना चाहिए ताकि हम परमेश्वर के साथ एक शांति को बरकरार रखें। और आगे हम चलेंगे, आज शांति के बारे में और सीखेंगे। ഈ സമയത്ത് നമ്മളിപ്പോൾ ശാന്തിയെക്കുറിച്ച് പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രിപ്പറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത, എന്നാൽ കർത്താവ് ഇപ്പം എന്നോട് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു, അതിനെക്കുറിച്ച് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. और जैसे हम शांति के बारे में और सीखने जा रहे हैं, तो पवित्र आत्मा ने मुझे इस टाइम कुछ बात बताया आपको बताने के लिए, जो मैं प्रिपेयर करके नहीं आया था, परंतु आज मैं आपके साथ बताना चाहता हूँ। ഒരു പ്രാവശ്യം ഒരു വലിയ ഒരു മനുഷ്യൻ്റെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അവരുടെ ഹസ്ബൻഡ് എയർഫോഴ്സിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ എയർഫോഴ്സിൽ ക്രാഷിൽ അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അത് കഴിഞ്ഞാണ് അവർ കർത്താവിലേക്ക് വന്നത്. അപ്പോൾ ഒരു സമയത്ത് അവർ ടെസ്റ്റ് മണി കൊടുക്കുമായിരുന്നു, ഐ താങ്ക് ഗോഡ്, കാരണം എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി എങ്കിലും ഞാൻ കർത്താവായ യേശുവിനെ അത് കഴിഞ്ഞറിഞ്ഞു, അതുകൊണ്ട് എനിക്ക് വലിയൊരു മനസമാധാനം എൻ്റെ കുടുംബത്തിലുണ്ട്. അപ്പോൾ ആളുകൾ വിചാരിച്ചു ഇവരെന്തോ തള്ളയാ. പക്ഷേ ലാസ്റ്റിൽ പോയവർ പറഞ്ഞു, ഞാൻ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡായിരുന്നു എനിക്കെല്ലാം, വലിയ എയർഫോഴ്സ് പൈലറ്റ്, വലിയ ജീവിതങ്ങൾ. പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് യേശുവിനെ അറിയാൻ പറ്റിയത്. റിയൽ സമാധാനം എനിക്ക് ഹസ്ബൻഡ് ഉണ്ടായിരുന്ന സമയത്തുള്ളതിനേക്കാൾ സമാധാനം. അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരുന്നു, എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നു, ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും വലിയൊരു സമാധാനം ഞാൻ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തു, കാരണം ജീസസ് ക്രൈസ്റ്റ് എൻ്റെ റിയൽ ഹസ്ബൻഡ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉള്ളത് കാരണം. और एक बार एक स्त्री ऐसे अपनी गवाही को दे रही थी कलीसिया के सामने। उसने बोला कि मैं एक विधवा हूँ, मेरा जो पति है वो एयरफोर्स में था और एक पायलट जा रहा था, उसमें क्रैश में उसकी मृत्यु हो गई। और परंतु आज जब मैं खड़े होके गवाही को दे रही हूँ तो मेरे अंदर एक शांति है जो प्रभु यीशु मसीह ने प्रदान किया। जब मेरे पति जीवित थे उस टाइम मैं प्रभु यीशु मसीह को नहीं जानती थी। जब उनकी मृत्यु हो गई उसके बाद मैंने प्रभु यीशु मसीह को, उसने मुझे चुन लिया और मैंने प्रभु यीशु मसीह को अपने उद्धारकर्ता परमेश्वर के रूप में स्वीकार किया। उसके बाद मेरे जीवन में ऐसे एक शांति आया जो कभी भी मैंने महसूस नहीं किया। तो वो लोगों को बता रही थी कि जब मेरा पति जीवित था मेरा भरोसा मेरे पति के ऊपर था, उसने मेरे जीवन में किसी भी चीज़ की कमी ना छोड़ी, उसने सब कुछ मेरे लिए दिया। परंतु उसके जाने के बाद प्रभु यीशु मसीह जो सचमुच में मेरा हस्बैंड है, जब वो मेरे जीवन में आया तो उसने मेरे जीवन में किसी भी चीज़
की कमियों को छोड़ा नहीं, उसने वो शांति को मेरे जीवन में प्रदान किया. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ ഡെത്ത് സിറ്റുവേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും, അസുഖങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും, അൺസർട്ടനിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും, ജോലി നിങ്ങളുടെ പോയിരിക്കുകയായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പം ഗൾഫിൽ പോകാൻ പറ്റുന്നില്ലായിരിക്കും, നിങ്ങളുടെ കരിയറിൽ ചിലപ്പോൾ പാസ്സാകാൻ പറ്റുന്നില്ലായിരിക്കും, നിങ്ങൾ വേണ്ട സബ്ജക്റ്റിൽ അല്ലെങ്കിൽ വേണ്ട കോഴ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ലായിരിക്കും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ലൊരു ഹസ്ബൻഡോ വൈഫോ നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കും, ആ ശാന്തി നിറഞ്ഞ ജീവിതമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നു, ഈ കർത്താവ് വരുന്ന പീസ്, കർത്താവ് തരുന്ന പീസ്, യേശു ഉണ്ടെങ്കിൽ മാത്രമേ ഈ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടത്തുള്ളൂ. ആ സ്ത്രീക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അവർക്ക് നിന്ന് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ റിയൽ പീസ് ഇപ്പം എൻ്റെ ലൈഫിലുണ്ട്. നിങ്ങളുടെ എന്ത് സിറ്റുവേഷൻ ആയിരിക്കും അതിലെ കർത്താവ് റിയലി സമാധാനം കൊണ്ടുവരാൻ ശക്തിയുള്ള കർത്താവാണ്. हो सकता है इस टाइम जब आप ये एपिसोड देख रहे होंगे, आपके जीवन में एक डेथ सिचुएशन होगा, आप नहीं जानते कि कल क्या होने वाला है, आपके जीवन में अनसर्टेनिटी है, टेंशन है, परेशानियां हैं, परंतु आज मैं आपको ये बताना चाहता हूं, जो शांति का राजकुमार परमेश्वर है, अगर वो आपके जीवन में आएगा, अगर वो आपके जीवन में है, तो वो आपको जीवन में शांति को प्रदान करेगा. आपका जीवन परमेश्वर के साथ सही है, उसके बीच में मेल मिलाप है, और अगर आप परमेश्वर के राज्य के लिए और परमेश्वर के वचन के अनुसार चलते हैं और परमेश्वर को अपने उद्धारकर्ता परमेश्वर के रूप में स्वीकार कर लिया, तो वो शांति का राजकुमार आपको अपनी शांति को देगा. നിങ്ങൾ പറയും പാസ്റ്റർ ഇതൊക്കെ ഇരുന്ന് പറയാം, പാസ്റ്റർ നിങ്ങളുടെ ചർച്ച ആയിരിക്കും, നിങ്ങൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് പൈസ കാണുമായിരിക്കും. ഞാൻ പറയുന്നു, ഞാനിപ്പോൾ ലൈഫിൽ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടാണ് പോകുന്നത്. കാരണം ഞങ്ങളുടെ ഈ ചർച്ചിൻ്റെ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം 7 ലക്ഷം രൂപ ബില്ല് കൊടുത്തു കഴിഞ്ഞു. 3 ലക്ഷം രൂപ ഇനിയും കൊടുക്കണം അടുത്ത 2 മാസത്തിനുള്ളിൽ. കുറച്ച് സാവകാശം അവർ തന്നിട്ടുണ്ട്. പക്ഷെ അത് എപ്പോൾ വരുമെന്നോ എവിടുന്ന് വരുമെന്നോ ഇപ്പോൾ ഒരു വഴിയില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ് കർത്താവ് അതിനുവേണ്ടി വഴികളെ ഒരുക്കിയിട്ടുണ്ട്. എനിക്കല്ല, എന്നെ വിളിച്ച് അദ്ദേഹം വിശ്വസ്തയോഗ്യൻ, അദ്ദേഹത്തിൻ്റെ ചർച്ച് പണിയുന്ന സമയത്ത് അദ്ദേഹം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും. എനിക്ക് ഉറക്കം കളയേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ഓണറോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി അങ്ങനെ കിടക്കേണ്ട ആളോ അല്ല ഞാൻ. കാരണം അദ്ദേഹത്തിന് പണിയുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഉടമസ്ഥനായ കർത്താവ് അതിനു വേണ്ടി തരും. എനിക്ക് ആ കർത്താവുമായിട്ട് ആ ബന്ധമുണ്ട്. ഇതുവരെ എന്നെ നടത്തിയവൻ അദ്ദേഹം വിശ്വസ്തയോഗ്യനാണ്. അപ്പോൾ എൻ്റെ ഉറക്കം കളയുന്നില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻസുകൾ. നിങ്ങളുടെ ഉറക്കവും നിങ്ങളുടെ സിറ്റുവേഷൻ കളയത്തില്ല. നിങ്ങൾക്ക് പീസ്, കർത്താവുമായിട്ട് ശാന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ. और हो सकता है आप इस टाइम खड़े होकर ये बोल रहे होंगे, आप बैठे होकर ये बोल रहे होंगे, पासवान जी आप तो ये सब बोल रहे होंगे, आपने अच्छे कपड़े पहने, आप मुस्कुराते हुए प्रचार कर रहे हैं, परंतु मैं आपको ये बताना चाहता हूँ, जैसे आज मैं इस टाइम आपको ये संदेश सुना रहा हूँ, हमें 3 लाख रुपए कलीसिया को और देना है. जैसे आप जानते हैं कि हम एक नई जगह में शिफ्ट हुए, 7 लाख हम दे चुके हैं 1 महीने के अंदर, और 3 लाख अभी भी ड्यू है जो 2 महीने के अंदर हमें देना है. हम नहीं जानते कि कहाँ से आएगा, कैसे आएगा, कौन देगा, परंतु हम ये जानते हैं कि जो परमेश्वर ने हमें बुलाया वो विश्वास योग्य परमेश्वर है. वो कभी भी हमें लज्जित न होने देगा. इन 2 महीनों में, जैसे 1 महीने में हमने इतना बड़ा अमाउंट पे ऑफ किया, हम जानते हैं 2 महीनों में वो छोटा सा अमाउंट भी हम पे ऑफ कर सकते हैं. तो मैं रातों की नींद मेरी खराब नहीं हुई, मैं अशांति में नहीं जी रहा, क्योंकि मैं जानता हूँ मेरा परमेश्वर मेरे साथ है और परमेश्वर मुझे कभी भी लज्जित न होने ഈ देगा. ബൈബിളിലെ നമ്മുടെ കർത്താവ് സമാധാനത്തിന് വേണ്ടി തന്നിരിക്കുന്ന ഈ ബൈബിളിലെ ഏറ്റവും ബെസ്റ്റ് വേഴ്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോകുന്നു. അത് ഫിലിപ്പിയർക്ക് എഴുതിയ ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 6 and 7. और बाइबल में से जो सबसे अच्छा अध्याय है, सबसे अच्छा जो बाइबल वर्स है जो शांति के बारे में लिखा गया है, उसको मैं आपके लिए पढ़ना चाहता हूँ. ഫിലിപ്പിയർ 4:6-7 ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. और फिलिपियों 4:6 में ऐसा लिखा है, किसी भी बात की चिंता मत करो, क्योंकि हर एक बात में तुम्हारे निवेदन, प्रार्थना और विनती के द्वारा धन्यवाद के साथ परमेश्वर के सम्मुख उपस्थित किए जाएं. तब परमेश्वर की शांति जो सारे समझ से परे है तुम्हारे हृदय और तुम्हारे विचारों का मसीह यीशु में सुरक्षित रखेगी. എന്ന് വെച്ചാൽ ഹിന്ദിയിൽ പറയുന്ന സകല സമസ്യ പറയേ എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ എത്ര പ്രസംഗിച്ചാലും എത്ര പ്രാവശ്യം പറഞ്ഞാലും കർത്താവ് യേശുവിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു സമാധാനവും വരാൻ പോകത്തില്ല. സിറ്റുവേഷൻ അങ്ങനെ തന്നെ നിൽക്കും. ഈ പ്രസംഗം കഴിയുന്ന സിറ്റുവേഷൻ അങ്ങനെ എനിക്ക് ഒന്നും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചാൽ, കർത്താവ് പറയുന്ന പോലെ കേട്ട് നടന്നാൽ ദൈവസമാധാനം കിട്ടും. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന വരുന്നത് കുടുംബജീവിതത്തിൽ സമാധാനമില്ല, ബിസിനസ്സിൽ സമാധാനമില്ല, ഒന്ന് മനസ്സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന വരുന്നത്. അതുകൊണ്ട് ഈ വേഴ്സിനനുസരിച്ച് കർത്താവായ യേശുവിങ്കൽ നിന്ന് വരുന്ന സമാധാനം
മനുഷ്യര് തരാൻ പറ്റത്തില്ല, പൈസയ്ക്ക് തരാൻ പറ്റത്തില്ല, ലോകർക്ക് തരാൻ പറ്റത്തില്ല, ഒരു പവറിനും ഒരു അതോറിറ്റിക്കും തരാൻ പറ്റത്തില്ല, സാത്താന് തരാൻ പറ്റത്തില്ല, വിഗ്രഹങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, നിങ്ങളുടെ നെയിമിന് ഫെയിമിന് ഒന്നിനും നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. അത് കർത്താവായ യേശു മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. और जैसे वचन में लिखा है, जो परमेश्वर की शांति है वो सारे समझ से परे है. जो परमेश्वर जो शांति प्रदान करता है वो हमारे समझ के परे है. वो आपका फाइनेंस आपको शांति नहीं दे सकता, आपका परिवार आपको शांति नहीं दे सकता, परंतु शांति प्रभु यीशु मसीह ही दे सकता है. अगर आपने परमेश्वर को उद्धारकर्ता रूप में स्वीकार कर लिया, आप परमेश्वर के वचनों के अनुसार चलते हैं, तो परमेश्वर आपको वो शांति प्रदान करेगा. और आज के दिन में भी परमेश्वर आपको शांति प्रदान कर सकता है. ആ പാട്ട് കേട്ടിട്ടുണ്ടോ? കൊറിയൻ ഗഗനം സ്റ്റൈൽ. ആ ഒരു തടിയൻ, ഒരു സൗത്ത് കൊറിയൻ ഒരാൾ വന്ന് ഗഗനം സ്റ്റൈൽ യൂട്യൂബിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട 400 മില്യൺസ് 40 കോടിക്ക് മേളിൽ എന്തോ ആളുകൾ കണ്ട വീഡിയോ ഗഗനം സ്റ്റൈൽ. ആ സൗത്ത് കൊറിയൻ ഒരു മൂവി അങ്ങനെ എന്തോ ഒരു അതാണ് ഈ ലോകത്തിലെ ഏറ്റവും യൂട്യൂബിൽ കണ്ടേക്കുന്ന അയാളങ്ങ് സക്സസ്ഫുൾ ആയി. എന്നിട്ട് അയാള് ഇത്രയും സക്സസ്ഫുൾ ആയി ലോകം മുഴുവനായ ആരാധകരായ ലോകം മുഴുവൻ അയാളെ കൺസൾട്ട് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അയാളുടെ മനസമാധാനം പോയി. കാരണം പിന്നെ അയാൾക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റില്ല. പിന്നെ അയാളുടെ വീഡിയോസിന് ഒത്തിരി വ്യൂസ് വന്നു, പക്ഷെ അയാൾക്ക് ആ ഹിറ്റ് അത്രയും അത് കോപ്പി ചെയ്യാൻ പറ്റിയില്ല. അയാൾ ഡൈവേഴ്സ് ആയി. അത് കഴിഞ്ഞ് അയാളുടെ മനസമാധാനം പോയി. ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഫെയിം ഒരിക്കലും മനസമാധാനം തരത്തില്ല. ഇതിനേക്കാളും കൂടുതൽ ഫെയിം അല്ലെങ്കിൽ ഫൈനാൻസ് വന്നാൽ എവിടുന്ന മനസമാധാനം കിട്ടുന്നത്? അയാൾക്ക് പോലും മനസമാധാനം കിട്ടിയിട്ടില്ല. സോ നിങ്ങൾക്ക് മനസമാധാനം വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ഉണ്ടെങ്കിൽ മാത്രമേ മനസമാധാനം വരത്തുള്ളൂ. ഇപ്പോൾ വിചാരിക്കും പൈസ ഉണ്ടെങ്കിൽ മനസമാധാനം വരുമെന്നില്ല. നിങ്ങൾക്ക് കോടിക്കണക്കിന് കിട്ടിയാലും കർത്താവായ യേശു ഉണ്ടെങ്കിൽ മാത്രമേ മനസമാധാനം വരത്തുള്ളൂ. और आपको याद होगा कि कुछ सालों पहले एक गाना बहुत ही हिट हुआ था, जो साउथ कोरिया में गगनम स्टाइल करके एक गाना था. वो बहुत हिट हुआ, उसके लाखों करोड़ों व्यूज़ गए और वो जो सिंगर था वो पॉपुलर हो गया, वो हिट लिस्ट में आ गया और बहुत सारे आराधक लोग उसके पीछे चलने लगे. उसके बाद उसको अशांति मिलने लग गया. वो इतना हिट हो गया, पॉपुलर हो गया. उसके बाद उसको कॉन्सर्ट्स में और बुलाया गया और जितना उसने उस गाने में परफॉर्म किया, अगले गानों में वो परफॉर्म नहीं कर सका. उसको उतने व्यूज नहीं मिले और उसको उसके जीवन में अशांति आ गया. उसके बाद वो फेम आने के बाद उसने अपने पत्नी के साथ डिवोर्स कर लिया. उसके घर में अशांति ही अशांति था. मैं ये कहना चाहता हूँ कि आपके पास फेम आने से या आपके पास खूब पैसा होने से आपके घर में शांति होना जरूरी नहीं है. फेम, पैसा, नाम सब कुछ होने के बाद भी आपके घर में अशांति हो सकता है. ശാന്തി നിങ്ങൾക്ക് കർത്താവ് തന്നു. അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? കർത്താവ് തന്ന ശാന്തിയെക്കുറിച്ച് അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പഠിക്കാം കർത്താവിന്റെ വചനത്തിൽ കൂടെ. और परमेश्वर जब आपको शांति दे, उस शांति को कैसे बरकरार रखना है उसके बारे में आज हम सीखेंगे. 119 സങ്കീർത്തനങ്ങൾ ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായം. 119 സങ്കീർത്തനങ്ങൾ 165 167 165 and 167 ബുക്ക് ഓഫ് സാംസ്. നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ച ഏതുമില്ല. എൻ്റെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു, അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു. 119 165 and 167. भजन संहिता 119 का 165 और 166 हम पढ़ेंगे. तेरी व्यवस्था से प्रीति रखने वालों को बड़ी शांति होती है और उनको कुछ ठोकर नहीं लगती. हे यहोवा, मैं तुझसे उद्धार पाने की आशा रखता हूँ और तेरी आज्ञाओं पर चलता आया हूँ. പീസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അക്കോർഡിംഗ്ലി നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് പീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. और अगर आप अपने जीवन में शांति को बरकरार रखना चाहते हैं तो परमेश्वर के आज्ञाओं के ऊपर चलना पड़ेगा, तब भी वो शांति को बरकरार रख सकते हैं. കർത്താവ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, യു കനോട്ട് യോക്ക് വിത്ത് ആൻ അൺബിലീവർ. എന്ന് വെച്ചാൽ ഒരു വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യൻ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ആണിനും പെണ്ണിനും വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കർത്താവിലായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ആണിനും പെണ്ണിനോടും കൂടെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റത്തുള്ളതാണ്. നിങ്ങൾ ആ കർത്താവിൻ്റെ ആ ഇൻസ്ട്രക്ഷൻ 165 എന്തോ പറഞ്ഞേക്കുന്നത്, ദോസ് ഹു ഒബേ ദ ലോ, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് പീസ് കിട്ടത്തുള്ളൂ. പക്ഷെ ഞാൻ ഒരു കോളേജിൽ പോയ സമയത്ത് ഒരു ചെറുക്കനെ ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആ ഒരു അവിശ്വാസിയുമായിട്ട് കല്യാണം കഴിച്ചു. ഇപ്പം രണ്ടുപേരും അടി, കുടുംബ സമാധാനമില്ല, ഡൈവോഴ്സ് വരെ എത്തിയിരിക്കുന്നു. എൻ്റെ മനസമാധാനം പോയി. ആ മനസമാധാനം പോയതിന് ആരാ ഉത്തരവാദി? കർത്താവല്ല ഉത്തരവാദി. കർത്താവ് പീസ് മെയിൻറ്റെയിൻ ചെയ്തു. കർത്താവിൻ്റെ ആ വചനമായിരുന്നു, യു കനോട്ട് യോക്ക് വിത്ത് ആൻ അൺബിലീവർ. എന്ന് വെച്ചാൽ ഒരു അവിശ്വാസിയുമായിട്ട് ഒരിക്കലും കല്യാണത്തിന് പോകരുത്. അത് അസമാധാനം കൊണ്ടുവരും, മനസമാധാനം കൊണ്ടുവരത്തില്ല കുടുംബത്ത്. ഞാനത് ബ്രേക്ക് ചെയ്താൽ എനിക്ക് അസമാധാനമായിരിക്കും എൻ്റെ കുടുംബത്തിൽ കൊണ്ടുവരിക്കുന്നത്.
और वचन कहता है कि जब हम परमेश्वर की आज्ञाओं के अनुसार चलते हैं तब परमेश्वर हमें वो शांति को प्रदान करता है। वचन में लिखा है कि आप एक अविश्वासी के साथ उसके मेल मिलाप में नहीं आ सकते, परंतु अगर परमेश्वर के वचन की आज्ञाओं को आपने तोड़ दिया उसके बाद आपके जीवन में अशांति ही अशांति आएगी। जैसे एक कॉलेज में जाने वाला लड़का, उसने एक लड़की को पटा लिया, उससे शादी कर ली, वो एक अविश्वासी लड़की थी, उससे शादी कर लिया, शादी के बाद उनके घर में अशांति ही अशांति, लड़ाई हो गया, फिर डिवोर्स भी हो गया। तो परमेश्वर ने तो पहले ही बोला था कि तू कोई भी अविश्वासी के साथ मेल मिलाप न करना, उससे शादी न करना। हमने वचन को तोड़ा, उसके बाद हमारे जीवन में अशांति आया। जब हम परमेश्वर के वचनों को तोड़ते हैं तो हमारे जीवन में अशांति आता है। ഞാൻ കർത്താവിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുമായി സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ വചനത്തിൽ വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇതെനിക്ക് എനിക്ക് ആ സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ ആ പെൺകുഞ്ഞുമായിട്ട് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അവർ കർത്താവിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിപ്പിക്കാൻ ട്രൈ ചെയ്തു, വിശ്വസിക്കുന്നില്ല. ഞാൻ ആ റിലേഷൻ ബ്രേക്ക് ചെയ്തു. ഞാൻ കർത്താവിൻ്റെ വചനം അറിയുന്ന, കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ആ കാരണം എൻ്റെ കുടുംബത്തിൽ എനിക്ക് മനസമാധാനമുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും ഇല്ല. ഞാൻ ആ ലോ ബ്രേക്ക് ചെയ്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഒരാടെ മുടി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളത്തിനും ഇടിക്കും ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനമുണ്ട്. ഞാൻ ആ ലോ ബ്രേക്ക് ചെയ്യാഞ്ഞത് കാരണം जब पास्टी भी कॉलेज में पढ़ रहे थे तो उनका भी एक लड़की के साथ रिलेशनशिप में थे और उस टाइम वो यीशु मसीह को नहीं जानते थे। और जब उन्होंने यीशु मसीह को अपने उद्धारकर्ता परमेश्वर के रूप में स्वीकार कर लिया और जब उन्होंने वचन में पढ़ा कि तू किसी भी अविश्वासी के साथ शादी नहीं कर सकता, उन्होंने उस लड़की को जाके बोला कि मैं एक अविश्वासी से शादी नहीं कर सकता, या तेरे को स्वीकार करना पड़ेगा यीशु मसीह को। मैंने कोशिश किया और उसने मना कर दिया। तो उसी टाइम मैंने उस रिलेशनशिप को तोड़ा, मैंने ब्रेक कर दिया। उसके बाद मैं परमेश्वर के वचन में अड़ा और खड़ा रहा और परमेश्वर ने पास्टी को एक अच्छा जीवन साथी दिया जो परमेश्वर के वचन के अनुसार चलते हैं। हम दोनों के बीच में परमेश्वर का शांति है। वो लड़ाई नहीं है कि रोज हम बाल पकड़ के खींच रहे हैं, हमारे बीच में लड़ाई, ऐसा कुछ नहीं है, क्योंकि परमेश्वर का शांति हमारे जीवन में है। वो इसीलिए हुआ कि पास्टर जी ने उस टाइम उस वचन के खिलाफ नहीं गए जो वचन में लिखा है कि तू एक अविश्वासी से शादी नहीं कर सकता। वो लॉ उन्होंने ब्रेक नहीं किया, इसीलिए परमेश्वर का शांति हमारे मैरिटल लाइफ में है। കർത്താവിൻ്റെ വചനത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കള്ള് കുടിക്കരുത്, മദ്യം ഉപയോഗിക്കരുത്. അതൊരാൾ ബ്രേക്ക് ചെയ്താൽ ലിവർ അടിച്ചു പോയി, അത് കുടിച്ചതിന് ശേഷം വഴക്കുണ്ടാക്കി, അത് കുടിച്ചതിന് ശേഷം വണ്ടി കൊണ്ട് എവിടെയെങ്കിലും ഇടിച്ചു, കേസ് നടന്നുകൊണ്ടിരിക്കുന്നു, മനസമാധാനം പോയേ. വണ്ടി കൊണ്ടിടിച്ചാൽ കേസ്, കള്ള് കുടിച്ചുകൊണ്ട് നടന്നാൽ കേസ്, അങ്ങനെ പല 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 കാര്യങ്ങൾ. കർത്താവിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്തോ കള്ള് കുടിക്കരുത്. അപ്പം ആ ലോ ഞാൻ ബ്രേക്ക് ചെയ്താൽ എനിക്ക് അസമാധാനം അല്ലെങ്കിൽ അശാന്തി എൻ്റെ കുടുംബത്തിലേക്ക് വരും. അതുകൊണ്ട് കർത്താവിൻ്റെ ആ വചനങ്ങൾക്കെതിരെ നിങ്ങൾ പോയാൽ നിങ്ങളുടെ കുടുംബത്തിൽ മനസമാധാനം കേടുണ്ടാകും. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നില്ല, നമുക്ക് ഫൈനാൻഷ്യൽ അനുഗ്രഹങ്ങൾ വരത്തില്ല. നമ്മൾ ആ ലോ ബ്രേക്ക് ചെയ്തു, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി കൊടുക്കണം, ദശാംശം കൊടുക്കണം. ആ നിയമം നമ്മൾ ബ്രേക്ക് ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ലോയും ഒബേ ചെയ്യണം. और जैसे आप शराब पीते होंगे, आप परमेश्वर के वचन के अनुसार नहीं चलते, आप सिगरेट लेते हैं, आप शराब पीते हैं, उसके बाद अगर आप बोलेंगे मेरे पास शांति नहीं है, तो शांति नहीं होगा, क्योंकि आपने परमेश्वर के वचन के अगेंस्ट आप गए हैं। परमेश्वर के वचन में लिखा है कि आप अपने जीवन में, आपके शरीर में कोई भी अशुद्ध चीज़ अंदर नहीं ले सकते, क्योंकि हमारा जीवन एक मंदिर है, हमारा शरीर एक मंदिर है। अगर आप उसके वचन के अगेंस्ट गए तो अशांति की आत्मा आपके जीवन में ज़रूर आएगी। നമുക്ക് ഒരു കാറുണ്ട്. അപ്പം കാറ് ഓടിക്കാൻ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഗിയർ മുന്നോട്ട് ഇടുക. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഫിഫ്ത്ത് കയറി പോകും. അപ്പം നമ്മൾ വിചാരിക്കും ഞാൻ ഇന്ന് പോകുന്ന വഴിക്ക് തന്നെ റിവേഴ്സ് ഗിയർ ഇടും. വണ്ടി മുന്നോട്ട് പോകുമ്പോൾ അന്നേരം എന്തോ ആവുമെന്ന് നോക്കും. എന്തോ ആ നോക്കാനാ ഗിയർ ബോക്സ് പൊട്ടിപ്പോവും, വണ്ടിയിൽ നിന്ന് സൗണ്ടുകൾ വരും, നിങ്ങളുടെ യാത്ര മുടങ്ങും. ആ കാർ മാനുവൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണോ, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ റിവേഴ്സ് ഗിയർ ഇടരുത്, ചിലപ്പോൾ അത് നശിച്ചു പോകും. അപ്പം നമ്മൾ ആ ലോ ബ്രേക്ക് ചെയ്താലും നമുക്ക് പ്രശ്നം വരും. നിങ്ങൾക്കൊരു അസുഖമുള്ള ആളായിരിക്കാം, സൈനസൈറ്റിസ് വരുമായിരിക്കും, ടോൺസിലൈറ്റിസ് വരുമായിരിക്കും, നിങ്ങൾക്ക് തണുത്ത വെള്ളം സൂട്ട് ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾ പോയി ഒരു പെപ്സിയോ അല്ലെങ്കിൽ മറ്റുള്ള തണുത്ത ജ്യൂസുകളോ കുടിച്ച് നിങ്ങൾക്ക് അസുഖം വന്നു, 10 ദിവസം ഓഫീസിൽ പോകാൻ പറ്റിയില്ല, സാലറി കട്ടായി, ഏതെങ്കിലും EMI മുടങ്ങിപ്പോയി. അപ്പോൾ അസമാധാനം കൊണ്ടുവന്ന് എങ്ങനെയാണ്? നിങ്ങൾ ആ ലോ ബ്രേക്ക് ചെയ്തു, നിങ്ങളുടെ മനസ്സിലേക്ക്, കുടുംബത്തിലേക്ക് അസമാധാനം വന്നു. जैसे जब गाड़ी चलाते हैं, आप आगे जा रहे हैं, आप 5th गियर में गाड़ी चला रहे हैं और तुरंत आपने रिवर्स गियर डाल दिया, तो उस टाइम क्या होगा? आपका गियर बॉक्स खराब हो जाएगा, आपकी गाड़ी खराब हो जाएगी। जैसे मैनुअल में लिखा है कि गाड़ी चलाते हुए जब गाड़ी आगे जा रही है तुरंत आपने रिवर्स गियर नहीं डालना। आप उस टाइम करेंगे तो आपका क्लच, आपका गाड़ी सब खराब हो जाएगा, क्योंकि ऑलरेडी मैनुअल में लिखा है। उस मैनुअल को ओबे करते
करते हुए, उसके आज्ञाओं के अनुसार चलते हुए जब हम गाड़ी को सही रीति से चलाएंगे तो गाड़ी सही रीति से आगे चलती रहेंगी और सालों साल वो आपके साथ अच्छा सर्विस देगा। परंतु अगर आपने ब्रेक कर लिया तो वो सर्विस अच्छा नहीं देगा। उसी प्रकार अगर आप एक बीमार व्यक्ति है, आपको साइनसाइटिस है, आपको टॉन्सिलाइटिस है और डॉक्टर ने आपको बोला कि आपको ठंडा पानी नहीं पीना चाहिए, कोल्ड ड्रिंक नहीं पीना चाहिए, परंतु आप बार बार वही पिएंगे तो क्या होगा? आप ऑफिस में नहीं जा सकते, आप जॉब नहीं कर सकते, आपको सैलरी कट करके मिलेगा, आप ईएमआईज नहीं पे कर पाएंगे, आपके जीवन में अशांति आएगा। वो क्यों हुआ? क्योंकि आपने मैनुअल को तोड़ा, आपने लॉस को ब्रेक किया, इसी वजह से आपके जीवन में अशांति आया। നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹൗ ടു മെയിൻറ്റെയിൻ പീസ് വിത്ത് ഗോഡ്. കർത്താവ് തന്നിരിക്കുന്ന മനസമാധാനത്തിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഐസായ ബുക്ക് ഓഫ് യശായ 26:3, ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 26:3, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കേണ്ട നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിരമാനസൻ എന്ന് വെച്ചാൽ കർത്താവിൽ സ്ഥിരമായിട്ടിരിക്കുന്നവന്, വല്ലപ്പോഴും ചർച്ചിൽ പോകുന്ന, വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള സമയത്ത് മാത്രം യേശു യേശു എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു മെഴുതിരി കത്തിച്ച് യേശു ഇപ്പോൾ വരുമെന്ന് വിചാരിക്കുന്ന അങ്ങനെയുള്ളവരോടല്ല. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കുന്ന കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. എന്ന് വെച്ചാൽ കർത്താവിൽ പൂർണ്ണ സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ കർത്താവിനെ പൂർണ്ണമായും ആശ്രയിക്കണം. കർത്താവിനെ ആശ്രയിച്ചാൽ മാത്രമേ പൂർണ്ണ സമാധാനം കുടുംബത്തിൽ നിലനിൽക്കത്തുള്ളൂ. और इस टाइम हम पढ़ेंगे, जैसे हम आज सीख रहे हैं कि कैसे हम परमेश्वर के साथ शांति को बरकरार कर रख सकते हैं। जो शांति परमेश्वर देते हैं उसको कैसे हम बरकरार कर सकते हैं। यशाया की पुस्तक 26:3 में लिखा है, जिसका मन तुझ में धीरज धरे हुए है उसकी तू पूर्ण शांति के साथ रक्षा करता है। इसका मतलब परमेश्वर के साथ हमें कंटिन्यूअस रहना है और भरोसा उसी के ऊपर करना है। एक बार कलीसिया चले गए, 2 दिन हमने अगरबत्ती जला दिया या 2 दिन हमने जाके बहुत ज़्यादा प्रार्थना कर लिया, उससे नहीं शांति मिलता। परंतु जब हम कंटिन्यूअस दिन बर दिन कंसिस्टेंसी के साथ जब हम परमेश्वर के साथ बैठते हैं, उसके वचनों के अनुसार चलते हैं, तब परमेश्वर हमें शांति प्रदान करता है। ഫിലിപ്പിയറിന്റെ നമ്മൾ തുടങ്ങിയ അല്ലെങ്കിൽ ഇടയ്ക്ക് സംസാരിച്ച ഫിലിപ്പിയർ 4:6-7 രണ്ടാമത് പഠിക്കാം. നിങ്ങൾക്ക് മനഃശാന്തി കുറവുണ്ടോ? ഈ വേഴ്സ് നിങ്ങളുടെ ഗോൾഡൻ വേഴ്സ് ആണ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുക. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കൊണ്ടാക്കും. और जैसे हमने बीच में पढ़ा था फिलिपियो 4:6, दोबारा मैं आपके लिए पढ़ना चाहता हूँ और इस वर्स को, एक गोल्डन वर्स को आप अपने जीवन में ले लीजिएगा, क्योंकि परमेश्वर का शांति आपको मिलेगा। फिलिपियो 4:6, किसी भी बात की चिंता मत करो, परंतु हर एक बात में तुम्हारे निवेदन, प्रार्थना और विनती के द्वारा धन्यवाद के साथ परमेश्वर के सम्मुख उपस्थित किए जाए। तब परमेश्वर की शांति जो सारी समझ से परे है तुम्हारे हृदय और तुम्हारे विचारों के मसीह यीशु मसीह में सुरक्षित रखेगी। അയ്യോ എനിക്ക് ജോലിയില്ല, അയ്യോ എനിക്ക് പൈസയില്ല, അയ്യോ എനിക്ക് അസുഖമാണ്, അയ്യോ എൻ്റെ കൂടെ ആരുമില്ല, അയ്യോ എൻ്റെ കല്യാണമായില്ല, അയ്യോ എൻ്റെ മക്കൾ ഗൾഫിൽ പോകുന്നില്ല, അയ്യോ 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 എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് സ്ട്രെസ്സും കൂട്ടി, ബിപിയും കൊളസ്ട്രോളും കൂട്ടി, ഷുഗറുമായി മറ്റുള്ള അസുഖങ്ങൾ വരുന്ന ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. കർത്താവ് പറയുന്ന എന്ത് പ്രശ്നം വന്നാലും ആദ്യം പ്രാർത്ഥിക്കുക. കർത്താവിലേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുക. ഒരു പ്രശ്നം മുന്നിൽ വന്ന് നിൽപ്പുണ്ടോ? പ്രാർത്ഥിക്കുക. കാരണം വിളിച്ചവൻ വിശ്വാസയോഗ്യനാ, നിങ്ങളെ നിർത്തുന്ന അവനാണ്. നിങ്ങൾ കർത്താവിൻ്റെ മക്കളാണോ? പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അംബാനിയുടെ മോൻ ഇന്ന് രാവിലെ ഇരുന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയിട്ട്, അയ്യോ അമ്മ ഇതിനകത്ത് ആഹാരമില്ല, അയ്യോ അമ്മ നമ്മുടെ വണ്ടിയിൽ പെട്രോൾ ഇല്ല, അയ്യോ അമ്മ നമ്മൾ നാളെ എങ്ങനെ പോകും? അവൻ അങ്ങനെയാണോ? അവനറിയാം എൻ്റെ അപ്പന് ഈ ഭൂമിയിലെ പണക്കാരിൽ ഒരാൾ, എൻ്റെ അപ്പന് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരിലുള്ള ഫ്രിഡ്ജിനകത്ത് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് കമ്പനി അങ്ങനെ മേടിക്കാൻ പ്ലാൻ ഇട്ടേക്കുമായിരിക്കും, അല്ലെങ്കിൽ പുതിയ ഫ്രിഡ്ജ് വരും. അവനറിയാം, അവന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം. അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാത്തവരാണ് വറി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്നവർക്ക് വറിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ ടെൻഷൻ ഇല്ല, അവരുടെ മനസ്സമാധാനം എങ്ങും പോകത്തില്ല. അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞ് നിങ്ങളോട് ഇന്ന് പഠിപ്പിച്ച പല പല കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുക. കർത്താവിന്റെ ശാന്തി എല്ലാത്തിനേക്കാളും മേലുള്ള നിങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞിരിക്കട്ടെ. और जो हमने आज सीखा और जो मैंने आपको पढ़ाया, उसको अगर आप अपने जीवन में, उसको अपने चरित्र में ले लेंगे, तो परमेश्वर का शांति जो सारे समझ से परे है, वो शांति आपके जीवन में आएगा. Bye bye. Praise the Lord. Praise the Lord.